ദൈവവചനം കൊണ്ട് മെയിനായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ സജീവരാക്കുന്നു. ഹെബ്രായർ 4:12 നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും, ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അപ്പം ദൈവത്തിൻ്റെ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ സജീവരാക്കുന്നു. സജീവനായ മനുഷ്യനാണ് ദൈവത്തിൻ്റെ മഹത്വം എന്ന് സെയിൻറ്റ് ഐറീനിയസ് പറയുന്നുണ്ട്. സജീവനായ മനുഷ്യൻ. അപ്പം നമ്മളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത് സജീവരായ മനുഷ്യരായിരിക്കാനാണ്. ഫുൾ ഓഫ് ലൈഫ്, ആക്റ്റീവ്, അലൈവ്. ആക്റ്റീവ് എന്ന് വെച്ചാൽ ബാഹ്യമായിട്ട് ഓടി നടക്കുക മാത്രമല്ല, ഉള്ളിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ ആക്റ്റീവായിട്ടിരിക്കണം. അലൈവ്. ആത്മാവ് ഉറങ്ങാതെ നോക്കണം. ശരീരവും മനസ്സൊക്കെ ഉറങ്ങുമ്പോഴും ആത്മാവ് ഉറങ്ങരുത്. ദ സോൾ ഷുഡ് ബി ആക്റ്റീവ്. CCC 704 704 പറയുന്നുണ്ട്, ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുകയാണ്, അതായത് പുത്രനും പരിശുദ്ധാത്മാവും. ദൈവം സ്വന്തം കൈകൾ കൊണ്ട്, പുത്രനെ കൊണ്ടും പരിശുദ്ധാത്മാവിനെ കൊണ്ടും മനുഷ്യനെ രൂപപ്പെടുത്തുകയും ദൃശ്യമായതുപോലും ദൈവിക രൂപം ധരിക്കത്തക്ക വിധത്തിൽ ആ ശരീരത്തിൽ തൻ്റെ തന്നെ രൂപം പതിക്കുകയും ചെയ്തു. എന്തോ ഒരു വലിയ കാര്യമാണ് ദൈവം ചെയ്യുന്നത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്തോരം വലിയ കാര്യമാണ് നമുക്ക് വേണ്ടി ചെയ്യുന്നത്. നമ്മളിതൊക്കെ റിയലൈസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ ഈ ലോകത്തിൻ്റെ വഴികളിലും ലോകത്തിൻ്റെ കാര്യങ്ങളിലും മുഴുകിക്കിടക്കുമ്പോൾ ദൈവിക കാര്യങ്ങൾ അറിയാതെ പോകുന്നു. എന്തോരം സ്നേഹമാണ് പിതാവായ ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ആ സ്നേഹം അനുഭവിക്കുമ്പോഴാണ് അത് പറയാൻ പറ്റുക. എന്തോരം വലിയ സ്നേഹമാണ് ദൈവം നമ്മുടെ മേൽ ചൊരിയുന്നത്. ആ വലിയ സ്നേഹം, ആ മഹാസ്നേഹം സ്വീകരിക്കാതെ നമ്മൾ ചെറിയ ചെറിയ സ്നേഹങ്ങളുടെ പിന്നാലെ പോവാം. അങ്ങനെ ചെറിയ സ്നേഹങ്ങളുടെ പിന്നാലെ പോയി നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. അതിന് പകരം പരിശുദ്ധ റൂഹായുടെ പരിശുദ്ധ സ്നേഹം അനുഭവിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കണം. പൂർണ്ണമായ ഉദിക്കുമ്പോൾ അപൂർണമായവ തന്നെത്താൻ അസ്തമിച്ചു കൊള്ളും. അതുകൊണ്ട് ദൈവസ്നേഹത്തിന് വേണ്ടി നമ്മുടെ ഹൃദയങ്ങൾ ദാഹിക്കട്ടെ. ദൈവത്തിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നമ്മൾ ദാഹിക്കേണ്ടത്, നമ്മുടെ ഹൃദയങ്ങൾ ദാഹിക്കേണ്ടത്. അങ്ങനെയുള്ളൊരു ദാഹത്തിലേക്ക് വരുവാൻ നമുക്കാവട്ടെ. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണും, ദൈവം പറയുന്നു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മളെ സൃഷ്ടിച്ചു. പാപം മൂലം നമ്മൾ ആ ഛായ വികൃതമാക്കി, ആ സാദൃശ്യം നമ്മൾ നഷ്ടമാക്കി. അപ്പോൾ ദൈവത്തിൻ്റെ 2 കരങ്ങളായ പുത്രനും പരിശുദ്ധാത്മാവും ഈ വികൃതമായ ഛായ നമുക്ക് ശരിയാക്കി തരുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഈ സാദൃശ്യം നമുക്ക് തിരിച്ചു തരുന്നുണ്ട്. പക്ഷെ നമ്മൾ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. സ്വതന്ത്രമായ ഇച്ഛ, സ്വതന്ത്രമായിട്ടുള്ള ആ ഒരു മനസ്സ്, ഫ്രീ വിൽ, അല്ലെങ്കിൽ ആ സ്വാതന്ത്ര്യം നമുക്ക് തന്നതുകൊണ്ട് ദൈവം നമ്മളെ ഫോഴ്സ് ചെയ്യില്ല. നമ്മൾ സ്വതന്ത്രമായി നമ്മളെ വിട്ടുകൊടുക്കണം, വിധേയപ്പെടണം ദൈവത്തിന്. പരിശുദ്ധാത്മാവ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവിക സാദൃശ്യം പുനഃസ്ഥാപിക്കുന്നു, വീണ്ടും തിരിച്ചു തരുന്നു. അത് വാങ്ങാൻ നമ്മൾ റെഡിയാണോ? അനന്തമായിട്ടുള്ള ദൈവിക സാദൃശ്യം. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു അനന്തത നമുക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റും. ബാഹ്യമായി സംഭവിക്കുന്നതൊന്നും നമ്മളെ സ്വാധീനിക്കില്ല, അഫക്റ്റ് ചെയ്യില്ല. നമ്മൾ ഫ്രീ ആയിരിക്കും. വലിയൊരു ഇന്നർ ഫ്രീഡം ആയിരിക്കും നമ്മൾ അനുഭവിക്കുക. പരിശുദ്ധ റുഹായാണ് നമുക്ക് ശരിക്കുമുള്ള ആസ്വാദികരമായ സ്വാതന്ത്ര്യം തരുന്നത്. ആരൊക്കെ എന്തൊക്കെ ചെയ്താലും
ആരൊക്കെ എത്രയൊക്കെ നമുക്ക് എതിരായാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കൊരു അനന്തത ഫീൽ ചെയ്യും. ഹൃദയം വിശാലമായിരിക്കും, ഹൃദയം അനന്തമായിരിക്കും, ഹൃദയം അഗാധമായിരിക്കും. ഹൃദയം വിശാലം, ഹൃദയം അനന്തം, ഹൃദയം അഗാധം. ഹൃദയം വിശാലം, ഹൃദയം അനന്തം, ഹൃദയം അഗാധം. CCCയിലെ 706 706 ഇങ്ങനെ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവഹിക്കൽ, ദി ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ചിതറിക്കിടക്കുന്ന ദൈവമക്കളെ ശേഖരിച്ച് അവിടുന്നിൽ ഒന്നിപ്പിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രവഹിക്കൽ, നമുക്കറിയാം ജോയൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ആ പ്രവചനം, ദി ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദി ഔട്ട് പോറിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവഹിക്കൽ, ആ പ്രവഹിക്കലിൽ നമ്മളായിരിക്കണം. We should be in that outpouring of the Holy Spirit. ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, നിയമം വഴി പാപബോധം ഉണ്ടാകുന്നു, പക്ഷേ നമ്മളെ രക്ഷിക്കാൻ നിയമം അശക്തമാണ്. CCC 708 പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കേണ്ടത്. പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഈശോ നേടിവെച്ച രക്ഷ നമുക്ക് ഫുള്ള് സ്വീകരിക്കണമെങ്കിൽ, നമ്മൾ പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ സഹായം നമുക്ക് ആവശ്യമുണ്ട്. സഹായകൻ, ദ ഹെൽപ്പർ.